3 കാര്യം മാത്രം നിങ്ങൾ ജീവിതത്തിൽ ചെയ്തോ, നിങ്ങളെ മക്കൾ നന്നാകും, ഗ്യാരണ്ടിയാ. നന്നാകും, ഒരു സംശയവും വേണ്ട. അള്ളാന്റെ റസൂൽ പറഞ്ഞതാണ്. വാപ്പയും ഉമ്മയും മക്കൾക്ക് 3 കാര്യം ചെയ്തു കൊടുത്താൽ മതി. ഒന്നാമത്തത് വാപ്പയും ഉമ്മയും മക്കൾക്ക് ചെയ്തു കൊടുക്കേണ്ട ഒന്നാമത്തെ കാര്യം അത് പ്രാർത്ഥനയാണ്. അവർക്ക് വേണ്ടി എല്ലാ ദിവസവും അല്ലാഹുവേ എന്റെ പൊന്നുമോനെ നീ നന്നാക്കണേ റബ്ബേ, പേര് പറഞ്ഞിട്ട് ദുആ ചെയ്തോ. എന്റെ സഫീനയെ നന്നാക്കണേ, എന്റെ മോളെ, എന്റെ ഇന്ന മോനെ നീ നന്നാക്കണേ എന്നും പ്രഭാതത്തിലും ഉച്ചയ്ക്കും അസറിനും മഗ്രിബിനും യശാക്കും വേണ്ട ഒരു തവണയെങ്കിലും മിനിമം അവർക്ക് നിങ്ങൾ ദുആ ചെയ്തിട്ടുണ്ടോ? അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അങ്ങനെ ചൊല്ലി എന്താ ചൊല്ലി നമുക്ക് ഓർമ്മയില്ല. സുജൂദും റുക്കുവും കൂടെ അടിച്ചു മാറ്റി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമസ്കാരം കുപ്പാൻ കഴിച്ച് ഓടി അടുക്കളയ്ക്ക്. എന്താണ് അടുത്ത്? ഇൻസ്റ്റാഗ്രാമിൽ എന്താ വന്നത്, യൂട്യൂബിൽ എന്താ വന്നത് നോക്ക്. ഒന്ന് അവർക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കലാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുക്കലാണ്, അവർക്ക് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യലാണ് ഒന്നാമത്തെ ബാധ്യത. രണ്ടാമത്തതോ അവർക്ക് അദബ് പഠിപ്പിച്ചു കൊടുക്കലാണ്. 3 എന്ന് പറയുന്നു, 3. രണ്ടാമത്തത് അദബ് പഠിപ്പിച്ചു കൊടുക്കലാണ്. ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറയുന്നത്, സ്വഹാബത്തേ നിങ്ങൾക്കിടയിൽ വാപ്പമാർക്ക് മക്കളോട് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യമുണ്ടല്ലോ, അതവർക്ക് അദബ് പഠിപ്പിച്ചു കൊടുക്കലാണ്. ഒരു വാപ്പ മോനിക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ ഗിഫ്റ്റ് അവന് അദബ് പഠിപ്പിച്ചു കൊടുക്കലാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മൾക്ക് ഈമാൻ തരട്ടെ. മക്കൾക്ക് അദബ് പഠിപ്പിച്ചു കൊടുക്കും, എങ്കിൽ ആ മക്കള് മോശമാവില്ല. മോനെ ഇങ്ങോട്ട് വാടാ എന്ന് വാപ്പ വിളിക്കുമ്പോഴേക്ക് മോൻ ഓടി വരണോ, മോളെ എന്ന് വിളിക്കുമ്പോഴേക്ക് പൊന്നുമോളുമ്മ എന്ന് പറഞ്ഞു ഓടി വരണോ. മോളെ അത് ചെയ്യല്ല ഉമ്മ, ഞാൻ ചെയ്യുന്നില്ല. മോളെ അത് വാങ്ങിക്കോ, ആയിക്കോട്ടെ ഉമ്മ, ഉമ്മ പറഞ്ഞതല്ലേ ഞാൻ വാങ്ങാം. മോളെ നീ അത് ചെയ്യരുത് ഉമ്മ, ഞാനത് ചെയ്യൂല എന്ന് പറയണോ. കുഞ്ഞുനാളിൽ അവർക്ക് അദബ് പഠിപ്പിച്ചു കൊടുക്കാറുണ്ടോ? ഇനി എന്താണ് അദബ് എന്ന് പറയുന്നത്? അദബുൻ എന്നത് ഞാൻ പഠിച്ചു, മര്യാദ നന്മകൾ ഞാൻ അറിഞ്ഞു. അദബുൻ എന്നത് ഞാൻ കണ്ടു, മര്യാദ നന്മകൾ ഞാൻ കണ്ടു. കുഞ്ഞുനാളിൽ നമ്മൾ പാട്ടുപാടിയൊരു ഗീതമാണിത്. അദബുൻ ആദ്യത്തെ മദ്രസ പാഠപുസ്തകത്തിൽ തന്നെ അദബുൻ എന്ന്. വാപ്പ വീട്ടിൽ ഇങ്ങനെ ഇരിക്കാൻ, വാപ്പ അല്ലെങ്കിൽ ഉമ്മ അല്ലെങ്കിൽ മോന് വീട്ടിന്റെ സോഫയ്ക്കകത്ത് ഇങ്ങനെ വാട്സപ്പ് കളിച്ചോണ്ടിരിക്കും. വാപ്പ അങ്ങാടി പോയി വരുമ്പോ മോൻ ആ കിടന്നിടത്തുണ്ടാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ അറിയോ? വാപ്പി ഇമ്മയാണ് ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മോൻ ചാടി എഴുന്നേൽക്കണമെന്നാണ്. അതാണ് മസ്തല, അതാണ് ദീൻ. എന്റെ ഉപ്പയല്ലേ, അങ്ങനെ വിചാരിക്കാൻ പാടില്ല എന്നാണ് എല്ലാരും വിചാരം. വാപ്പാൻ അങ്ങോട്ട് ആദരിച്ചാൽ മതി, ഉമ്മാൻ ആദരിക്കേണ്ടെന്ന പലരും വിചാരം. അങ്ങനെയൊന്നുമല്ല. മോന് വീട്ടിനകത്ത് സോഫയ്ക്കകത്ത് ഇരിക്കുകയാണ്, ഉമ്മ പുറത്തെവിടെ വിരുന്നിന് പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരാൻ. ഈ വാല് കേൾക്കുന്ന എത്ര മക്കൾ ഉമ്മാനെ കാണും എഴുന്നേറ്റ് നിൽക്കാറുണ്ട്. മക്കൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കണം. ഉസ്താദ്മാരെ കണ്ട എണീച്ചെന്ന് അത് മാത്രമല്ല, അതൊന്നല്ല വലിയ കൂലി കിട്ടുന്ന കാര്യം. വാപ്പനെ ഇമ്മനെ കണ്ട എഴുന്നേറ്റ് നിൽക്കാത്തവന് ഏത് തങ്ങളെ കണ്ട എണീച്ചെന്നിട്ട് ഒരു കാര്യമില്ല. നമ്മളൊക്കെ വിചാരമേ മാറ്റണം. പല ആളുകളെയും വിചാരം എങ്ങനെയാണ്? നാട്ടിലെ മൊയിലാര് തങ്ങള് വലിയ വലിയ ആളുകളൊക്കെ കണ്ടിട്ട് ആദരിച്ച് ബഹുമാനിച്ച് വലിയ തലയിൽ ചൂണ്ടെടുക്കണം. വീട്ടിലെത്തിയ ഉമ്മാനെ വാപ്പാനെ മൈൻഡ് ചെയ്യാത്ത ആളുകൾ ഒരു കാര്യമില്ല. നാട്ടിലെ സകല മൊയിലാക്കന്മാരെ ആദരിക്കാൻ നിർബന്ധമായിട്ട് അല്ല പറഞ്ഞിട്ടൊന്നുമില്ല. വാപ്പനെ ഇമ്മനെ ആദരിക്കാൻ നിർബന്ധമാണ്. എന്നാ നേരെ തലയിരിച്ചാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. സകല ഏതെങ്കിലും ഉസ്താദ് അതിലും കൂടെ ഫോൺ കണ്ടാൽ ഇപ്പത്തും ചാടി എഴുന്നേൽക്കും. അത് വേണ്ടാന്നല്ല, അത് വേണ്ടി തന്നെയാണ്. ആലിമികളെ ബഹുമാനിക്കണം, ആലിമികളെ ഹബ്ബ് വെച്ചാൽ നാളെ സ്വർഗത്തിൽ ഇടമുണ്ട് എന്ന് നിബിധങ്ങൾ പറഞ്ഞതാണ്. ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ ഇവിടെ നിന്ന് യഥാർത്ഥം പൊളിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ആലിമികളെ സ്നേഹിച്ചിട്ട് കാര്യമില്ല. സ്വന്തം ഉമ്മ വീട്ടിലേക്ക് വരുമ്പോ സോഫയ്ക്കകത്ത് ചടഞ്ഞിരുന്നിട്ട് ഫോണിൽ കുത്തിക്കളിക്കുന്ന ആണുണ്ടോ, പെണ്ണാണോ, മക്കളാണോ? നിങ്ങൾ അദബില്ലാത്തവരാണ്. അതബില്ലെങ്കിൽ ഇൽമു ഉപകാരമാകൂല, വിജ്ഞാനം അല്ലാഹു ഉപകരിക്കൂല. നാളെ അല്ലാഹുവിന്റെ പരലോകത്ത് സ്വർഗ്ഗം അല്ലാഹു തരില്ല.
അദബാണ് വേണ്ടത്. അത് ചെറുപ്പം മുതൽ പഠിപ്പിച്ചു കൊടുക്കണം. ഉമ്മ പഠിപ്പിച്ചു കൊടുക്കണം, മോനെ ഉപ്പയാണത്, ഉപ്പാനെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കണമെന്ന് ഉമ്മ മോനെ പഠിപ്പിച്ചു കൊടുക്കണം. വാപ്പ പഠിപ്പിച്ചു കൊടുക്കണം, മോനെ അത് നിന്റെ ഉമ്മയാണ്, ഉമ്മാനെ കാണുമ്പോ ഒരു മുത്തം കൊടുക്കണം, അല്ലെങ്കിൽ കൈ പിടിച്ചൊരു ഉമ്മ വെക്കണം, ഉമ്മാനെ കാണുമ്പോ ഒന്ന് എഴുന്നേറ്റ് നിൽക്കണമെന്ന് മോനെ വാപ്പ പഠിപ്പിച്ചു കൊടുക്കണം. ഇതൊന്നും പഠിപ്പിച്ചു കൊടുക്കില്ല, വാപ്പയും നീ തല്ലുകൂടി 24 മണിക്കൂർ. പിന്നെ മക്കൾ എവിടെ നന്നാവാനാ? അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇതൊക്കെ നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ.